ഹലോ പ്രിയപ്പെട്ട മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമല്ലേ? ഇനി ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു ഹലോ പറയട്ടെ. മാഷ് ഹലോ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ തിരിച്ച് മാഷോടൊരു ഹലോ പറയണേ. ഞാൻ ഹലോ എന്ന് പറയുന്നു. ഹലോ. നല്ല മക്കൾ. ഇനി ഞാൻ ഹായ് എന്ന് പറയാൻ പോവുകയാണ്. ഹായ്. എല്ലാവരും ഒന്നുകൂടെ ഉറക്കെ പറയൂ, ഹായ്. എന്നാൽ നമുക്കൊരു കളി കളിച്ചാലോ? മാഷിനി ഹലോ എന്ന് പറയും. അപ്പം എൻ്റെ മക്കള് തിരിച്ചു പറയേണ്ടത് ഹായ് എന്നാണ്. അപ്പോൾ പറയാലോ? ഹലോ, ഹായ്. ഹലോ. ഒന്നുകൂടെ ഉറക്കെ പറയൂ. ഹായ്, ഹലോ. അതാരാ മാഷയുടെ അരികിൽ നിന്ന് ഹലോ ഹായ് പറയുന്നേ? ഹലോ. ആരോ രണ്ടുപേര് പറയുന്നുണ്ട്. ഒന്നുകൂടെ ആരും ഉണ്ടല്ലേ? പക്ഷെ ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ. ഹലോ, ഹായ്. അതാരായിരിക്കും? മാഷൊന്ന് നോക്കട്ടെ. ആരാ മാഷയുടെ അടുത്ത് നിന്ന് ഹലോ ഹായ് പറഞ്ഞേ? ഒന്ന് നിങ്ങൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട കൂട്ടുകാരിയാണ്. രണ്ടാമത്തെ ആളോ? ആ കൂട്ടുകാരിയുടെ കൂട്ടുകാരി. ആരൊക്കെയാണെന്ന് കാണണ്ടേ? എൻ്റെ മക്കൾ ഒരു കാര്യം ചെയ്യണം, എല്ലാവരും ഒന്ന് കണ്ണടക്കണം. കണ്ണ് തുറക്കാൻ പറയുമ്പോഴേ കണ്ണ് തുറക്കാവും. ദാ വരുന്നുണ്ട്, വരുന്നുണ്ട്. ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവരും ഒന്ന് കണ്ണു തുറന്നേ. ദാ 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 നിങ്ങളുടെ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാരികൾ വന്നിട്ടുണ്ട്. ദാ ഇതാരാ ഇത്? താര അല്ലേ? എല്ലാവരും താരക്കുട്ടിക്ക് ഒരു ഹായ് പറഞ്ഞേ. ഹായ്, ഹായ്. ദാ താരക്കുട്ടി എല്ലാവരോടും ഒരു ഹായ് പറയുന്നുണ്ട്. ഹായ്. ഇതാരാ? ഇതാണ് താരക്കുട്ടിയുടെ കൂട്ടുകാരി. പേരറിയണ്ടേ? മാഷ് പറഞ്ഞു തരാം. മീനു. എല്ലാവരും പറഞ്ഞേ, മീനു. എല്ലാവരും ഒന്ന് ഉറക്കെ വിളിച്ചേ, മീനു. ഒന്നുകൂടി ഉറക്കെ വിളിച്ചേ, മീനു. നല്ല മക്കൾ. താരയും മീനുവും നിങ്ങളും ഞാനും നമ്മളെല്ലാവരും ആരായി? ചങ്ങാതിമാരായി. എന്തിനാ മീനു വന്നതെന്ന് അറിയോ? താരയുടെ വീട് കാണാൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും താരയുടെയും മീനുവിൻ്റെയും കൂടെ താരയുടെ വീട് കാണാൻ പോയാലോ? അങ്ങനെ നമ്മളിതാ നടന്ന് 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 എവിടെ എത്തി? താരയുടെ വീടിനടുത്തെത്തി. ഇനി നമുക്ക് താരയുടെ വീട് കാണണ്ടേ? ദാ എല്ലാവരും നോക്കിയേ, ഇതാണ് താരയുടെ വീട്. താരയുടെ വീട് കണ്ടില്ലേ? എല്ലാവരും കണ്ടു അല്ലേ? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. വീട് കണ്ടു. വേറെ എന്തൊക്കെ കാണുന്നുണ്ട്? നമ്മൾ എന്തൊക്കെ കണ്ടു? താരയുടെ വീട് കണ്ടു. പിന്നെയോ? പശുവിനെ കണ്ടു. പശുവിനടുത്ത് ആരുണ്ടായിരുന്നു? പശുക്കുട്ടി. പിന്നെ എന്ത് കണ്ടു? പ്ലാവ് കണ്ടു. പ്ലാവിൽ എന്തുണ്ടായിരുന്നു? എന്തുണ്ടായിരുന്നു? നല്ല മക്കൾ, ചക്കകളുണ്ടായിരുന്നു. പിന്നെ എന്തു കണ്ടു? കോഴിയെ കണ്ടു. വേറെയോ?
ആ ആ ആ കോഴിക്കൂട് കണ്ടു, തെങ്ങ് കണ്ടു. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിയല്ലേ? ആ ആ പക്ഷികൾ പറന്നു പോകുന്നത് കണ്ടു. ആ പക്ഷികൾ പറന്നു പോകുന്നത് കണ്ടു. പിന്നെന്ത് കണ്ടു? പൂക്കൾ കണ്ടു. ആ എല്ലാവർക്കും സന്തോഷമായില്ലേ? എല്ലാവർക്കും സന്തോഷമായി. അപ്പൊ എന്തൊക്കെ കണ്ടു? വീട് കണ്ടു, പശുവിനെ കണ്ടു, പശുക്കിടാവിനെ കണ്ടു, പ്ലാവ് കണ്ടു, ആ തെങ്ങ് കണ്ടു, പിന്നെ പൂക്കൾ കണ്ടു, കൂട് കണ്ടു, കോഴികളെ കണ്ടു, പക്ഷികളെ കണ്ടു. എല്ലാവരും നല്ല മക്കൾ. എല്ലാവരും ചിത്രം ശ്രദ്ധിച്ചു നോക്കി ചിത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് മാഷോട് പറഞ്ഞു തന്നു. അപ്പോ എല്ലാം പറഞ്ഞു തന്ന എൻ്റെ നല്ല മക്കൾക്ക് മാഷ് ഒരു സമ്മാനം തരാറുണ്ടല്ലോ. സമ്മാനം വേണ്ടേ? എന്ത് സമ്മാനം തരുക? ആ ദാ എൻ്റെ എല്ലാ മക്കൾക്കും മാഷയുടെ വക ഒരു സ്റ്റാർ കിട്ടിയില്ലേ? എല്ലാവരും ഒന്ന് കൈയടിച്ചേ, എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ഇതാ എല്ലാവർക്കും സ്റ്റാർ. എല്ലാവരും താരയുടെ വീട് കണ്ടില്ലേ? ആ എല്ലാവരും താരയുടെ വീട് കണ്ടു. അവിടെ താരയുടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. പേര് പറയട്ടെ, നന്ദിനിക്കുട്ടി. എന്താ പേര്? നന്ദിനിക്കുട്ടി. ആരായിരിക്കും നന്ദിനിക്കുട്ടി? മാഷ് പറയാം ആരാണ് നന്ദിനിക്കുട്ടി എന്ന്. എൻ്റെ മക്കൾ ഒന്നുകൂടി ആലോചിച്ച് പറയണേ. 2 കൊമ്പുണ്ട്. നന്ദിനിക്കുട്ടിക്ക് 2 കൊമ്പുണ്ട്, 4 കാലുണ്ട്, വാലുണ്ട്. പിന്നെയോ നന്ദിനിക്കുട്ടി പാല് തരും. ആരാ നന്ദിനിക്കുട്ടി? അയ്യോ എല്ലാവരും വിളിച്ചു പറയുകയാണല്ലോ. ആരാ നന്ദിനിക്കുട്ടി? ആരാ നന്ദിനിക്കുട്ടി? ആ നന്ദിനിക്കുട്ടിയെ മാഷ് കാണിച്ചു തരട്ടെ. എല്ലാവർക്കും മാഷ് നന്ദിനിക്കുട്ടിയെ കാണിച്ചു തരാൻ പോവുകയാണ്. ദാ താരെ തൽക്കാലം നമുക്ക് ഇവിടെ വെക്കാം. നന്ദിനിക്കുട്ടിയെ വിളിക്കാൻ പോവുകയാണ്. നന്ദിനിക്കുട്ടി വരുന്നുണ്ട്, നന്ദിനിക്കുട്ടി വരുന്നുണ്ട്. ദാ നന്ദിനിക്കുട്ടി. ആരാ നന്ദിനിക്കുട്ടി? പശു. കണ്ടില്ലേ? മാഷ് പറഞ്ഞില്ലേ 2 കൊമ്പുണ്ട്. 1 കൊമ്പ്, 2 കൊമ്പ്. എത്ര കാലുണ്ട്? ആ 4 കാലുണ്ട്. നോക്കാലോ. 1 കാല്, 2 കാല്, 3 കാല്, 4 കാല്. വാലുണ്ട്. എവിടെയാ വാല്? എവിടെയാ? ഓ ഇവിടെയോ? ആ വാലുണ്ട്. പശു നമുക്ക് പാല് തരില്ലേ? പശു നമുക്ക് പാല് തരും. ഇതാണ് താരയുടെ കൂട്ടുകാരി നന്ദിനിക്കുട്ടി. നേരത്തെ താരയുടെ വീട്ടിൽ പോയപ്പോൾ നമ്മൾ നന്ദിനിക്കുട്ടിയുടെ അടുത്ത് വേറൊരാളെ കണ്ടില്ലേ? ആരെയാ കണ്ടത്? നന്ദിനിക്കുട്ടിയുടെ അടുത്ത് ആ നന്ദിനിക്കുട്ടിയുടെ കുഞ്ഞ്, ചെറിയ പശു കണ്ടില്ലേ എല്ലാവരും? അപ്പൊ നമുക്ക് കുഞ്ഞിനെ ഒന്ന് വിളിച്ചാലോ? ദാ നന്ദിനിക്കുട്ടിയുടെ കുഞ്ഞ് വരാൻ പോവുകയാണ്. ദാ നന്ദിനിക്കുട്ടിയുടെ കുഞ്ഞ്. കണ്ട എല്ലാവരും? ദാ മാഷിന്റെ ഈ കയ്യിലിരിക്കുന്നത് ആരാ? ആരാ? നന്ദിനിക്കുട്ടി. ഇതാരാ? ആ നന്ദിനിക്കുട്ടിയുടെ കുഞ്ഞ്. കണ്ടില്ലേ എല്ലാവരും? ഇഷ്ടായോ എല്ലാവർക്കും? നന്ദിനിക്കുട്ടിയും കുഞ്ഞിനും ഇഷ്ടായോ? ഇഷ്ടമായവരൊന്ന് കൈവക്കിയേ. ഓ എല്ലാവർക്കും നന്ദിനിക്കുട്ടിയും കുഞ്ഞിനെ ഇഷ്ടായി അല്ലേ? ആ ദാ നന്ദിനിക്കുട്ടി ഒരു പശുവാണ്. ഇതോ പശുക്കിടാവ്. അപ്പൊ ആരാ വലുത്? പശുവാണോ വലുത്? പശുക്കിടാവാണോ വലുത്? എല്ലാവരും പറഞ്ഞേ. പശുവാണോ വലുത്? പശുക്കിടാവാണോ വലുത്? ആ പശു അല്ലേ? പശുവാണ് വലുത്. പശുക്കിടാവോ? ചെറുത്. മക്കളൊന്ന് നോക്കിയേ. പശു വലുത്, പശുക്കിടാവ് ചെറുത്. എല്ലാവർക്കും നന്ദിനിക്കുട്ടിയെയും കിടാവിനെയും ഇഷ്ടമായോ? നമ്മുടെ നന്ദിനിക്കുട്ടിയും കുഞ്ഞും പോവുകയാണേ. അവർക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പാട്ട് പാടിയാലോ? എല്ലാവരും ഉറക്കെ പാടണേ. മാഷ് പാടിത്തരാം. കൊമ്പുകൾ 2 ഉണ്ട്, കാലുകൾ 4 ഉണ്ട്, പാല് തരും നമ്മുടെ പശുവമ്മ. എല്ലാവരും പാടിയേ. കൊമ്പുകൾ 2 ഉണ്ട്, കാലുകൾ 4 ഉണ്ട്, പാല് തരും
നമ്മുടെ പശുവമ്മ. അപ്പൊ അവർ പോയിക്കോട്ടെ അല്ലേ. ഒന്നുകൂടെ പറഞ്ഞേ. കൊമ്പുകൾ രണ്ടുണ്ട്, കാലുകൾ നാലുണ്ട്, പാല് തരും നമ്മുടെ പശുവമ്മ. അങ്ങനെ താരയും മീനുവും നടന്ന് കോഴിക്കൂടിനടുത്തെത്തി. താരയെ കാണുന്നുണ്ടോ നിങ്ങൾ? ദാ താര. മീനു എവിടെയുണ്ട്? ദാ മാഷിൻ്റെ അടുത്തുണ്ട് അല്ലേ മീനു. വേറെ ആരെ കാണുന്നുണ്ട്? വേറെ ആരോ ഒരാളുണ്ടല്ലോ. ആരാത്? പുള്ളിക്കോഴി. എല്ലാവരും കണ്ടോ പുള്ളിക്കോഴിയെ? ദാ എവിടെ ഇങ്ങനെ തീറ്റ തേടി നടക്കുകയാണ് പുള്ളിക്കോഴി. എല്ലാവരും പുള്ളിക്കോഴിയെ കണ്ടില്ലേ? കണ്ടു. ഏതാ പുള്ളിക്കോഴിയുടെ കൂട്? ഏതാ? ഇതോ? ഇതാണ് പുള്ളിക്കോഴിയുടെ കൂട്. ഇപ്പോ പുള്ളിക്കോഴി കൂട്ടിനകത്താണോ പുറത്താണോ? എവിടെയാ ഉള്ളത്? കൂട്ടിന് പുറത്ത് അല്ലേ. പുള്ളിക്കോഴി ഇതാ കൂട്ടിന് പുറത്താണ് ഉള്ളത്. അതെന്താ ഒരു ശബ്ദം? മക്കൾ കേൾക്കുന്നില്ലേ? കുഞ്ഞിക്കോഴിയുടെ കരച്ചിൽ. ഒന്നല്ലല്ലോ, കുറേ കുഞ്ഞിക്കോഴികളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ. എവിടെ നിന്നാണത്? ദാ ഈ കൂട്ടിനകത്ത് നിന്നാണ്. നമുക്ക് കുഞ്ഞിക്കോഴികളെ പുറത്തെടുത്താലോ? നോക്കട്ടെ. മെല്ലെ കൂടിൻ്റെ വാതിൽ തുറന്ന് ദാ ഒരു കുഞ്ഞിക്കോഴി വരുന്നുണ്ട്. ഇതാരാ ഇത്? ഒരു കുഞ്ഞിക്കോഴി. എല്ലാവരും കണ്ടില്ലേ? നമുക്ക് ഈ കുഞ്ഞിക്കോഴിയെ ഈ അമ്മക്കോഴിയുടെ അടുത്ത് നിർത്താം. ഒരു കുഞ്ഞിക്കോഴി. ഇനിയും കരച്ചിലുണ്ടല്ലോ. നോക്കട്ടെ. ദാ രണ്ടാമത്തെ കുഞ്ഞിക്കോഴി. എത്രാമത്തെ കുഞ്ഞിക്കോഴി? രണ്ടാമത്തെ കുഞ്ഞിക്കോഴി. രണ്ടാമത്തെ കുഞ്ഞിക്കോഴിയെ നമുക്ക് ഇവിടെ നിർത്താം. ഇനിയുമുണ്ടല്ലോ. നോക്കട്ടെ. ദാ മൂന്നാമത്തെ കുഞ്ഞിക്കോഴി. ഇനിയുണ്ട്. നോക്കട്ടെ. ദാ നാലാമത്തെ കുഞ്ഞിക്കോഴി. ആ കുഞ്ഞിക്കോഴിയെ നമുക്ക് അമ്മക്കോഴിയുടെ അടുത്ത് നിർത്താം. ആയോ? ഒരാൾ കൂടി കരയുന്നുണ്ട്. നോക്കട്ടെ. ഒരാൾ കൂടി ഉണ്ടല്ലോ. ദാ അഞ്ചാമത്തെ കുഞ്ഞിക്കോഴി. ഇപ്പൊ എത്ര കോഴിക്കുഞ്ഞുങ്ങളായി? 5 കോഴിക്കുഞ്ഞുങ്ങൾ. നോക്കാലോ. 1 2 3 4 5 കുഞ്ഞിക്കോഴി. 1 2 3 4 5 കോഴിക്കുഞ്ഞുങ്ങൾ. കണ്ടില്ലേ? പുള്ളിക്കോഴിയെയും കുഞ്ഞിക്കോഴികളെയും എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായി. അതെന്താ ഒരു ശബ്ദം? കാക്കച്ചി കരയുന്നുണ്ട്. കുഞ്ഞിക്കോഴികളെ കാക്കച്ചി പിടിച്ചുകൊണ്ട് പോയാലോ? നമുക്ക് ഈ കുഞ്ഞിക്കോഴികളെ കൂട്ടിനകത്താക്കിയാലോ? ദാ ഒരു കുഞ്ഞിക്കോഴിയെ മെല്ലെ കൂട്ടിനകത്താക്കി. ഇനിയോ അടുത്ത കുഞ്ഞിക്കോഴിയെ നമുക്ക് കൂട്ടിനകത്താക്കാം. ഇനി 3 പേര് കൂടി ഉണ്ടല്ലേ. അവരെയും കൂടി നമുക്ക് വേഗത്തിൽ എന്ത് ചെയ്യാം? കൂട്ടിനകത്താക്കാലോ. ദാ അടുത്താള്. അങ്ങനെ 5 കോഴിക്കുഞ്ഞുങ്ങളും ഇപ്പൊ എവിടെ എത്തി? കൂട്ടിനകത്തായി. കോഴിക്കുഞ്ഞുങ്ങൾ എവിടെയുണ്ട്? കൂട്ടിനകത്തുണ്ട്. അമ്മക്കോഴി എവിടെയുണ്ട്? കൂട്ടിന് പുറത്തുണ്ട്. അങ്ങനെ കാക്കച്ചേങ്ങാൻ വന്ന് കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോയാലോ അല്ലേ? അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. കുഞ്ഞിക്കോഴികളെ ആരും ഉപദ്രവിക്കാതിരിക്കാൻ നമുക്ക് ഈ കൂടൊന്ന് അടച്ചു വയ്ക്കാം അല്ലേ? അവരതിനകത്ത് നിൽക്കട്ടെ കേട്ടോ. നമുക്ക് താര വരച്ച കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടാലോ? ദാ ഇതിലെത്ര കോഴിക്കുഞ്ഞുങ്ങളുണ്ട്? 1
1 എന്ന് നമുക്ക് എഴുതി നോക്കിയാലോ? എങ്ങനെ 1 എന്ന് എഴുതുക എന്ന് എഴുതി നോക്കിയാലോ? ദാ ശ്രദ്ധിച്ച് കാണണേ. ഇങ്ങനെ ഒരു വര, 1, ഒരു കോഴിക്കുഞ്ഞ്. 2 കോഴിക്കുഞ്ഞുങ്ങളുണ്ടല്ലേ? 2 എന്ന് എഴുതി നോക്കിയാലോ? ദാ ഇങ്ങനെ 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 2. ഇതെത്ര കോഴിക്കുഞ്ഞുങ്ങളുണ്ട്? 3 കോഴിക്കുഞ്ഞുങ്ങൾ. എങ്ങനെ 3 എന്ന് എഴുതും? ദാ ഇങ്ങനെ 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 3. എല്ലാവരും പറഞ്ഞേ 3. ദാ ഇവിടെ 4 കോഴിക്കുഞ്ഞുങ്ങളുണ്ടല്ലോ. 4 എന്ന് എങ്ങനെ എഴുതും? മാഷിത എഴുതാവേ, എല്ലാവരും ശ്രദ്ധിച്ച് കാണണേ. ദാ ഇങ്ങനെ എഴുതി, ഇങ്ങനെ വരച്ച്, ഇങ്ങനെ 4. എല്ലാവരും പറഞ്ഞേ 4. ഇവിടെ 1, 2, 3, 4, 5 കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ 5 എന്ന് എങ്ങനെ എഴുതും? എല്ലാവരും ശ്രദ്ധിക്കണേ. ഇങ്ങനെ വരച്ച്, ഇങ്ങനെ വരച്ച്, ദാ ഇങ്ങനെ 5. ഒന്നുകൂടി പറഞ്ഞാലോ? 1, 2, 3. ഇതെത്രയാ? 4 പൊന്നുമക്കൾ. അപ്പൊ ഇതോ 5. അങ്ങനെ താരയും മീനുവും കൂടി വീടിനടുത്തുള്ള കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് താരയ്ക്ക് മുത്തശ്ശി പാടിക്കൊടുത്ത ഒരു പാട്ട് ഓർമ്മ വന്നത്. താര മീനുവിന് ആ പാട്ട് പാടിക്കൊടുത്തു. മാഷന്റെ മക്കൾക്ക് പാടിത്തരട്ടെ താര മീനുവിന് പാടിക്കൊടുത്ത പാട്ട്. ആദ്യം മാഷ് പാടിത്തരാം, എല്ലാവരും കേൾക്കണേ. ഒന്നുകൊണ്ടെന്ത് വരച്ചിടും നീ, ഒറ്റത്തടി തെങ്ങ് ഞാൻ വരയ്ക്കും. 2 കൊണ്ടെന്ത് വരച്ചിടും നീ, 2 താറാവിനെ ഞാൻ വരയ്ക്കും. 3 കൊണ്ടെന്ത് വരച്ചിടും നീ, മുങ്ങുന്ന മീനിനെ ഞാൻ വരയ്ക്കും. 4 കൊണ്ടെന്ത് വരച്ചിടും നീ, നൂലുള്ള പട്ടം ഞാൻ വരയ്ക്കും. 5 കൊണ്ടെന്ത് വരച്ചിടും നീ, 5 കൊണ്ട് ആപ്പിൾ വരച്ചിടും ഞാൻ. പാട്ടിഷ്ടായോ എല്ലാവർക്കും? പാട്ടിഷ്ടായെങ്കിൽ എല്ലാവരും ഒന്ന് കൈയടിച്ചേ. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. എല്ലാവർക്കും പാട്ട് ഇഷ്ടമായല്ലേ? പിന്നെ പാട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് വരച്ചാലോ? 1 കൊണ്ട് തെങ്ങ്, 2 കൊണ്ട് താറാവ്, 3 കൊണ്ട് മീൻ, 4 കൊണ്ടോ? 4 കൊണ്ട് പട്ടം, 5 കൊണ്ടോ? ആപ്പിൾ. അപ്പൊ നമുക്ക് ഈ പാട്ടിൽ പറഞ്ഞതെല്ലാം ഒന്ന് വരച്ചു നോക്കിയാലോ? ആദ്യം നമുക്ക് 1 കൊണ്ട് തെങ്ങ് വരക്കാം അല്ലേ? എങ്ങനെ 1 എഴുതുക? 1 കൊണ്ട് തെങ്ങ് എങ്ങനെ വരക്കാമെന്ന് നോക്കാം. എല്ലാവരും നോക്കണേ. 1 എന്നെഴുതി ദാ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു. ഇനിയോ തെങ്ങോലകൾ വരയ്ക്കണം. ദാ ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു. തെങ്ങ് 1 കൊണ്ട് തെങ്ങ് വരച്ചു. 2 കൊണ്ട് എന്താ വരക്കുക? 2 താറാവ്. 2 എന്ന് ഇങ്ങനെ എഴുതും. 2 കൊണ്ട് എന്താ വരച്ചത്? 2 താറാവ്. ദാ 2 എന്നെഴുതി ഇങ്ങനെ ഇങ്ങനെ താറാവിനൊരു വാല് വരച്ചു. ഇനി എന്ത് വരക്കണം? കൊക്ക് വരക്കണം. ഒരു ചെറിയ കൊക്ക് വരച്ചു. ഇനി എന്തോ വരക്കാൻ ബാക്കിയുണ്ടല്ലോ? ഒരു കണ്ണ് വരച്ചു. ഒരു താറാവ്. 2 കൊണ്ട് 2 താറാവിനെ വരക്കണം അല്ലേ? 2 എന്നെഴുതി
ദാ ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വന്നു. താറാവിന് വാല് വരച്ചു, കൊക്ക് വരച്ചു, കണ്ണ് വരച്ചു. 2 കൊണ്ട് 2 താറാവ്. 1 2. ഇനി എന്താ വരക്കുക? 3 കൊണ്ട് മീൻ. 3 എന്നിങ്ങനെ എഴുതാം. 3 കൊണ്ട് എന്ത് എഴുതൂ? 3 മീനുകളെ വരച്ചു അല്ലേ? ദാ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വരക്കാം. മീനിനൊരു വാല് വേണ്ടേ? ഇങ്ങനെ വാല്, മീനിൻ്റെ കണ്ണ്, 2 ചിറക്. 1 മീനായി. ഇനിയോ രണ്ടാമത്തെ മീനിനെ വരക്കാം. ദാ 3 എന്ന് ഇങ്ങനെ എഴുതി, ഇങ്ങനെ വരച്ചു, വാല് വരച്ചു. ഇപ്പോഴെത്ര മീനായി? 2 മീൻ. ഇനി 1 മീൻ കൂടി വരച്ചാലോ? ഇങ്ങനെ ഇങ്ങനെ വാല്, ചിറക്, കണ്ണ്. ഇപ്പോഴെത്ര മീനായി? 1 2 3 മീനായി. ഇനി 4 കൊണ്ട് എന്താ വരച്ചത്? 4 കൊണ്ട് പട്ടം വരച്ചു. അത് മാഷ് 4 എന്ന് എഴുതാം. 4. 4 കൊണ്ട് എന്താ വരച്ചത്? പട്ടം. മാഷ് വരക്കട്ടെ, എല്ലാവരും ശ്രദ്ധിച്ച് കാണണേ. ദാ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഇനിയോ ദാ ഇവിടെ ഇങ്ങനൊരു വര, ഇങ്ങനൊരു വര, ഇങ്ങനൊരു വര, ഇങ്ങനെ. പട്ടത്തിനൊരു നൂല്, ഇങ്ങനെ ഒരു പട്ടം. ഒരു പട്ടം കൂടി വരക്കട്ടെ. 4 എന്നിങ്ങനെ എഴുതി, ഇങ്ങനെ 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 നൂല്. ഒരു പട്ടം കൂടി. 4 എന്നെഴുതി, ഇങ്ങനെ 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 ഇങ്ങനെ. ഒന്നുകൂടി. 4 എന്നെഴുതി, ഇങ്ങനെ 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 ഇങ്ങനെ. ദാ പട്ടങ്ങൾ. 1 പട്ടം, 2 പട്ടം, 3 പട്ടം, 4 പട്ടം. ഇനി 5 കൊണ്ട് എന്താ വരച്ചത്? 5 കൊണ്ട് 5 കൊണ്ട് ആപ്പിൾ. 5 എന്നിങ്ങനെ എഴുതി. 5 കൊണ്ട് എന്താ വരച്ചത്? ആപ്പിൾ. 5 ആപ്പിൾ വരക്കാൻ പോവുകയാണ്. ആദ്യം ഇങ്ങനെ എഴുതി, ഇങ്ങനെ എഴുതി. ദാ ഇവിടെ ഒരു ഇല വരയ്ക്കാം. ഇനിയോ ഇങ്ങനെ ആപ്പിൾ. അടുത്തത് ഇങ്ങനെ എഴുതി, ഇങ്ങനെ വരച്ച്, ഇങ്ങനെ വരച്ച്, ദാ ഇല വരച്ച്, ഇങ്ങനെ ഒരാപ്പിൾ കൂടി. ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഒരില, ഒരാപ്പിൾ. ഒന്നുകൂടി. ഇങ്ങനെ ഇങ്ങനെ എഴുതി, ഇങ്ങനെ എഴുതി, ഇല വരച്ച്, പിൾ. ഒന്നുകൂടി. 5 എന്നെഴുതി, ഇവിടെ ഇല വരച്ച്, ആപ്പിൾ. നോക്കൂ, ഒരാപ്പിൾ, 2 3 4 5. 5 ആപ്പിൾ. എല്ലാവർക്കും ചിത്രം ഇഷ്ടമായില്ലേ? ഇനി നമുക്ക് നേരത്തെ പാടിയ പാട്ട് ഒന്നുകൂടി എല്ലാവർക്കും ചേർന്ന് പാടിയാലോ? എല്ലാവരും റെഡിയല്ലേ? നമുക്ക് ചിത്രങ്ങൾ ഇങ്ങനെ തൊട്ട് നേരത്തെ പാടിയ പാട്ട് പാടിയാലോ? എല്ലാവരും റെഡിയല്ലേ? റെഡി. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് പാട്ട് പാടാൻ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന്. റെഡിയായോ? ദാ പാടാൻ പോകുന്നേ. ഒന്നുകൊണ്ടെന്ത് വരച്ചിടും നീ. എല്ലാവരും പാടൂ. ഒന്നുകൊണ്ടെന്ത് വരച്ചിടും നീ,
ഒറ്റത്തടി തെങ്ങ് ഞാൻ വരയ്ക്കും, ഒറ്റത്തടി തെങ്ങ് ഞാൻ വരയ്ക്കും. രണ്ടുകൊണ്ടെന്ത് വരച്ചിടും നീ, രണ്ടുകൊണ്ടെന്ത് വരച്ചിടും നീ. രണ്ടു താറാവിനെ ഞാൻ വരയ്ക്കും. പാടൂ. രണ്ടു താറാവിനെ ഞാൻ വരയ്ക്കും. മൂന്നുകൊണ്ടെന്ത് വരച്ചിടും നീ. ആ മൂന്നുകൊണ്ടെന്ത് വരച്ചിടും നീ. മുങ്ങുന്ന മീനിനെ ഞാൻ വരയ്ക്കും. പാടിയേ. മുങ്ങുന്ന മീനിനെ ഞാൻ വരയ്ക്കും. നാലുകൊണ്ടെന്ത് വരച്ചിടും നീ. എല്ലാവരും പാടൂ. നാലുകൊണ്ടെന്ത് വരച്ചിടും നീ. നൂലുള്ള പട്ടം ഞാൻ വരയ്ക്കും. ഉറക്കെ പാടൂ. നൂലുള്ള പട്ടം ഞാൻ വരയ്ക്കും. അഞ്ചുകൊണ്ടെന്ത് വരച്ചിടും നീ. എല്ലാവരും പാടിയ. അഞ്ചുകൊണ്ടെന്ത് വരച്ചിടും നീ. അഞ്ചുകൊണ്ട് ആപ്പിൾ വരച്ചിടും ഞാൻ. അഞ്ചുകൊണ്ട് ആപ്പിൾ വരച്ചിടും ഞാൻ. ആ എല്ലാവർക്കും പാട്ടും ചിത്രവും ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായോ? ആ ഇനി എൻ്റെ പൊന്നു മക്കൾ എന്ത് ചെയ്യണമെന്നറിയോ? എല്ലാവരും ഇതുപോലെ 1 2 3 4 5 എന്ന് എഴുതി 1 കൊണ്ട് തെങ്ങും, 2 കൊണ്ട് താറാവും, 3 കൊണ്ട് മീനും, 4 കൊണ്ട് പട്ടവും, 5 കൊണ്ട് ആപ്പിളും വരക്കാൻ ശ്രമിക്കണേ. എല്ലാവരും വരക്കാൻ ശ്രമിക്കണേ. ആ വീട്ടിലുള്ള നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു തരും. അപ്പോൾ മക്കൾ വരക്കണേ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ക്ലാസ് കണ്ടല്ലോ. ചെറുത് വലുത്, അകത്ത് പുറത്ത് എന്നീ ഗണിതാശയങ്ങൾ ഉറപ്പിക്കുന്നതിനുള്ള സന്ദർഭങ്ങൾ വീട്ടിലൊരുക്കാൻ ശ്രദ്ധിക്കണേ. അതോടൊപ്പം 1 മുതൽ 5 വരെ എണ്ണാനും സാധനങ്ങൾ എണ്ണിയെടുക്കാനുള്ള സന്ദർഭങ്ങൾ കൂടി ഉണ്ടാക്കണം. മറ്റൊരു കാര്യം കൂടി, 1 മുതൽ 5 വരെ എഴുതി വരച്ച ചിത്രങ്ങൾ കണ്ടല്ലോ, ആ ചിത്രങ്ങൾ വരയ്ക്കാൻ കുട്ടികളെ സഹായിക്കുക കൂടി ചെയ്യണം.